ഇന്നലെ യഥാർത്ഥത്തിൽ ഈ ചില ഉത്തരവാദപ്പെട്ട ഓൺലൈൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച കാര്യമാണ്. പ്രശസ്ത അവതാരക രഞ്ജിനി ഹരിദാസ് വളരെ ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അത് വളരെ ഉത്തരവാദപ്പെട്ട ചില ഓൺലൈനുകൾ ക്രോസ് ചെക്ക് ചെയ്യാതെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമൃത, കൊച്ചിയിലെ മറ്റുള്ള ലേക്ക് ഷോർ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം വിളിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്ന് നമ്മൾ അന്വേഷിച്ചു. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ അന്വേഷിച്ചു. ഒരു സ്ഥലത്തും ഉണ്ടായില്ല. അവസാനം ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായ സാനു പച്ചാളം അദ്ദേഹം രഞ്ജിനിയുടെ പേഴ്സണൽ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. രഞ്ജിനി തന്നെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, സാനിച്ചേട്ടാ ഞാൻ വീട്ടിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിനി ഹരിദാസിനാണ് തീരെ സുഖമില്ല, ഗുരുതരമായി ICUവിലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തുക തീരെ ശരിയല്ലാത്ത കാര്യമാണ്. ഉത്തരവാദപ്പെട്ട ചില ഓൺലൈനുകൾ കൂടി ഇത് പ്രസിദ്ധപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അവർ ഒന്നുമില്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യണം. ഈ യൂട്യൂബിലെ ചില ചാനലുകളൊക്കെ എപ്പോഴും ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നടൻ സലീം കുമാറൊക്കെ ഒരു 10-16 തവണ മരിച്ചു കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ കാഴ്ചയാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഉത്തരവാദപ്പെട്ട ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇതിന് പുറപ്പെടാൻ പാടില്ല. ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരുടെ, പക്ഷേ എന്നാലും വിഷമമായി.